വീണ്ടും CBI ചമഞ്ഞ തട്ടിപ്പ്. 91കാരനായ സൈനിക ഉദ്യോഗസ്ഥന് നഷ്ടമായത് 45 ലക്ഷം. മല്ലപ്പഴശ്ശേരി പഞ്ചായത്തിലെ കുഴിക്കാല സ്വദേശിയായ K. തോമസിനാണ് പണം നഷ്ടമായത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന തോമസിനെ അതിവിദഗ്ധമായാണ് തട്ടിപ്പുകാർ കബളിപ്പിച്ച് 45 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ദിവസങ്ങൾക്ക് മുൻപ് മുതൽ മുംബൈയിൽ നിന്ന് CBI ഉദ്യോഗസ്ഥർ എന്ന പേരിൽ സൈബർ തട്ടിപ്പുകാർ തോമസിന്റെ ഫോണിലേക്ക് കോളുകൾ ചെയ്യുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്തിരുന്നു. വീഡിയോ കോളിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ യൂണിഫോം ധരിച്ച ആളുകളെ കണ്ടപ്പോൾ മുൻ സൈനിക ഉദ്യോഗസ്ഥനായ തോമസിന് തട്ടിപ്പായി തോന്നിയില്ല. തോമസിന്റെ കൈവശം കണക്കിൽ കൂടുതൽ പണം ഉള്ളതായി സംശയമുണ്ടെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ബാങ്ക്, ഓഹരി നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ മുഴുവൻ തട്ടിപ്പ് സംഘം മനസ്സിലാക്കി. തുടർന്ന് പണം പിൻവലിച്ച് റിസർവ് ബാങ്കിന്റെ പരിശോധനയ്ക്കായി അയക്കണമെന്നും പരിശോധന കഴിഞ്ഞ് മടക്കി നൽകുമെന്നും വിശ്വസിപ്പിച്ച് 10 ലക്ഷവും 35 ലക്ഷവും വീതം 2 തവണയായി തട്ടിപ്പുകാർ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറി. ബാങ്ക് അധികൃതർക്ക് സംശയം തോന്നാതിരിക്കാൻ തട്ടിപ്പ് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയിലുള്ള മകന്റെ ആവശ്യത്തിനായാണ് പണം അയക്കുന്നതെന്നാണ് കുഴിക്കാല ഫെഡറൽ ബാങ്ക് ശാഖയിൽ അറിയിച്ചത്. ഞാൻ പറഞ്ഞു എൻ്റെ ഇത്ര രൂപയാണ്, പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു അതുകൊണ്ട്. പിന്നെ ഒരിക്കൽ എത്ര വരും എന്നും കൂടെ എന്ന് ചോദിച്ചു. ഞാനത് നോക്കിയിട്ട് പറഞ്ഞു ഇത്ര വരും. അപ്പോൾ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ പൈസ അവിടെ ബാങ്കിലോട്ടാക്കാം, SBI അക്കൗണ്ട്. പിന്നെ ഞാനത് പോയി ബ്രേക്ക് ചെയ്തിട്ട് SBI അക്കൗണ്ടിലോട്ടാക്കി, ഫെഡറൽ ബാങ്കിലോട്ടാക്കി മൊത്തം പൈസ ആക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിനകത്ത് 10 ലക്ഷം രൂപ ഇത് വാങ്ങിച്ചു തരണം, ഇത് ടെസ്റ്റിങ്ങിനാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ദ ഹോൾ എമൗണ്ട് വിൽ ബി റിട്ടേൺ ചെയ്യും. പക്ഷേ ഡിസ്പസ് പീരീഡ് ഇറ്റ് വിൽ ബി ലൈങ് ഇൻ ഫെഡറൽ റിസർവ് ബാങ്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. അവരതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ആദ്യം പറഞ്ഞ ബാക്കി കൊടുക്കുന്നുണ്ട്, അതിന് 35 ലക്ഷം അയച്ചു തരാൻ പറഞ്ഞു. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചു ഷെയർ എന്തെങ്കിലും ഉണ്ട്. ഞാൻ പറഞ്ഞു ഷെയർ ഉണ്ട്, അത് ഇത് ചെയ്തിട്ട് അതിൻ്റെ പൈസ അവിടെ അയച്ചു തരണം. അപ്പോൾ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട് ഷെയറിൻ്റെ കാര്യം പറയാൻ എന്നോട് ചെന്നപ്പോഴാ ഷെയറിൻ്റെ നോക്കുന്ന ആളെന്നോട് പറഞ്ഞു വെച്ചാൽ അത് ചെയ്യരുത്, ഇപ്പോൾ ഇങ്ങനെ ഒത്തിരി കള്ളത്തരം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഷെയർ ഇപ്പോൾ ചെയ്യണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഞാൻ തിരികെ പോരുന്നു. തിരികെ പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യം മനസ്സിലായിട്ട് ആക്ഷൻ എടുക്കാൻ തുടങ്ങി. ഓഹരി അക്കൗണ്ടുകളും ക്ലോസ് ചെയ്ത് റിസർവ് ബാങ്കിൽ പരിശോധനയ്ക്കായി അയക്കണമെന്ന് തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടതനുസരിച്ച് ഓഹരി പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും സംശയം തോന്നിയ സ്ഥാപന ഉടമ പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നും തോമസ് പറഞ്ഞു. വലിയ തുക പിൻവലിച്ചതിൽ സംശയം തോന്നിയ ഫെഡറൽ ബാങ്ക് അധികൃതർ തോമസിന്റെ അമേരിക്കയിലുള്ള മകനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് സമീപവാസിയും ബന്ധുവുമായ വിൽസനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. വിൽസൺ വിവരം അന്വേഷിച്ചതോടെയാണ് തട്ടിപ്പ് വെളിപ്പെട്ടത്. വിൽസൺ ഗ്രാമപഞ്ചായത്ത് അംഗം ബെന്നി കുഴിക്കാലയെ വിവരം അറിയിക്കുകയും മൂവരും ചേർന്ന് പത്തനംതിട്ട സൈബർ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് നിരവധി വാട്സാപ്പ് കോളുകളും മെസ്സേജുകളുമാണ് സൈബർ തട്ടിപ്പ് സംഘം ചെയ്തിട്ടുള്ളത്. ഈ നമ്പറുകളിലേക്ക് വിൽസൺ തിരികെ വിളിച്ചെങ്കിലും വിളിക്കുന്നത് തോമസ് അല്ല എന്ന് മനസ്സിലായതോടെ തട്ടിപ്പുകാർ കോൾ കട്ട് ചെയ്യുകയായിരുന്നുവെന്നും വിൽസൺ പറഞ്ഞു. നമ്മൾ വിവരം അറിയുന്നത് തന്നെ കുഴിക്കാല ഫെഡറൽ ബാങ്കിൽ നിന്ന് മാനേജർ ആളിനെ വിട്ട് ഇങ്ങനെ തട്ടിപ്പ് എൻ്റെ ഒരു ലാഞ്ചന മനസ്സിലായതിൻ്റെ പേരിലാണ് ഇതിൻ്റെ പുറകെ അന്വേഷിച്ചത്. അപ്പോൾ ആദ്യം 20-ാം തീയതി 10 ലക്ഷം രൂപയും 23-ാം തീയതി 35 ലക്ഷം രൂപയും കോഴഞ്ചേരിയിൽ SBI കിടന്ന പൈസ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിച്ച് ഇവിടുന്ന് അവർ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചാണ്. CBI എന്നാണ് വിളിക്കുന്നതെന്നും നിങ്ങളുടെ അനധികൃത പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെന്നും ഈ പൈസ റിസർവ് ബാങ്കിലേക്ക് അയക്കണമെന്നും റിസർവ് ബാങ്ക് ഇത് പരിശോധിച്ച് തിരികെ നിങ്ങൾക്ക് തരും എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഈ പണം അയപ്പിച്ചത്. വീണ്ടും ഉള്ള പൈസ അയക്കണമെന്ന് പറഞ്ഞ് 24-ാം തീയതി രാവിലെ ഫെഡറൽ ബാങ്കിൽ ചെല്ലുമ്പോഴാണ് മാനേജർക്ക് വീണ്ടും സംശയം തോന്നി. ഞാൻ ബന്ധുവാണ്, തൊട്ടടുത്ത വീടാണ്, എന്നെ വിളിപ്പിക്കുകയും എന്നെ തുടർന്ന് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി പത്തനംതിട്ട സൈബർ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തോമസിന് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിയുന്നതിനാൽ തട്ടിപ്പുകാർക്ക് ഭാഷാ പ്രശ്നവും ഉണ്ടായില്ല. പത്തനംതിട്ട സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
DDV ന്യൂസ് പത്തനംതിട്ട.